ചേട്ടാ യേശുവിനെ കണ്ട ആ കുളിക്കടവിലേക്ക് പോയിട്ടുണ്ട്. കുളിക്കാത്ത ആളെന്തിനാ കുളിക്കടവിൽ പോണേ? എന്റെ ഭാര്യ വാസത്തിൽ കുളിക്കാൻ പോയിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? ഇവൻ എപ്പോഴും ഇങ്ങനെ ഈ ക്ലിയർ വായിച്ചുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല തൂവൽ തൂവൽ. പക്ഷികൾ തൂവലല്ലേ പൊഴിക്കുന്നത്? തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. പിന്നീടവൾ ഞാൻ നോക്കാം. ഇനിതാ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലേ? ഇനിതാ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ? ചിന്ന ചിന്നതായി നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. മനഃശക്തി തരണേ. എന്താ പേര്? രത്നം. ഞാൻ രത്നമാന്ന് വിളിക്കൂ. പേര് തന്നെ 10 മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബ. മുഖം അത്ര പോരം തോന്നുമല്ലേ? അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കിയേ. കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും. എസ്പെഷ്യലി കളർ സെൻസ്. സർ, മുഖത്തേക്ക് നോക്ക്. ഓരോ തവണ കാണുമ്പോഴും അതിങ്ങനെ കൂടി കൂടി വരിക. എങ്ങനെയുണ്ട് പാർട്ടി? ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പൊന്നും അല്ല. ആള് നല്ല സ്മാർട്ടാ. കാത്തിരക്ഷിക്കണേ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവും അടിയുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. എന്താണോ എനിക്ക് അമ്മയും പെങ്ങളെ കണ്ട തിരിച്ചറിഞ്ഞൂടെ? എന്ത് ചെയ്യാനാ? ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ്.